മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു വർഷത്തേക്കാണ് മൊറട്ടോറിയം. തത്സമയ സംരക്ഷണത്തിൽ പോമഴിയില്ല, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അല്ല, മൊറട്ടോ ഇപ്പൊ ബ്രെഡ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ഈ പറയുന്ന ബ്രെഡ് വിന്നർ മരിച്ച കേസ് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത കേസ് നമ്മൾ എന്തായാലും ടോട്ടൽ ലോസ് ആയിട്ടേ വരുള്ളൂ. അതാത് ബാങ്ക് ബോർഡ് ഒരു തീരുമാനം എടുത്താലേ പറ്റുള്ളൂ. ബാക്കിയുള്ള കേസുകൾ നമ്മൾ തൽക്കാലത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബാങ്ക്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ഓരോ കേസ് ബൈ കേസായിട്ട് നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സമയം പറഞ്ഞിട്ടില്ല. അത് ബോർഡിന്റെ തീരുമാനം. ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ ബോർഡ് കൂടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയും ഒരു 20-30 ദിവസം ആവും. അപ്പൊ തൽക്കാലം നമ്മൾ മൊറട്ടോറിയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റിക്കവറി വരില്ല, EMI വരില്ല. ഉൾപ്പെടുത്താൻ ശുപാർശ. റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞത് നമുക്ക് അധികാരമില്ല, അത് നിർദ്ദേശമാണ്. SLBCയുടെ നിർദ്ദേശമാണ്. റൈറ്റ് ഓഫ് ചെയ്യാൻ പറയാൻ SLBCക്ക് അധികാരമില്ല, ഈവൻ റിസർവ് ബാങ്കിനും അധികാരമില്ല. അതാത് ബാങ്കിന്റെ ബോർഡാണ് തീരുമാനിക്കുന്നത്. അതിന് നിർദ്ദേശം കൊടുത്തു. അത് കൃത്യമായിട്ട് അത് അങ്ങനെ തന്നെ വരണം. നിർദ്ദേശം കൊടുത്തു എന്ന് തന്നെ വരണം, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറയരുത്. കാരണം അതിനുള്ള അധികാരം SLBCക്ക് ഇല്ല. ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഈ പലതരം ഇൻഷുറൻസ് ഉണ്ട്. നമ്മുടെ PMJJBY SBY എന്ന് പറയുന്ന 2 ഇൻഷുറൻസ് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ്. സുരക്ഷാ ബീമാ യോജന, ജീവൻ ജ്യോതി ബീമാ യോജന എന്ന 2 ഇൻഷുറൻസ് ഉണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം 100% സാച്ചുറേറ്റഡ് ആദ്യത്തെ ജില്ലയാണ്, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജില്ലയാണ്. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഈ പറയുന്ന PMSBY ചെറിയ 20 രൂപയുടെ പ്രീമിയം വരുന്ന ഒരു വർഷത്തിൽ 20 രൂപയുടെ പ്രീമിയം വരുന്നതാണ്. 2 ലക്ഷം രൂപ കവറേജ് ഉണ്ട്. അപ്പോൾ വയനാട്ടിലുള്ള എല്ലാ കുടുംബങ്ങളിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ട്, ഒന്നിൽ ഭർത്താവിനുണ്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസ് ഒരെണ്ണം ഓൾറെഡി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. മരിച്ചുപോയ കേസ് 36 അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ബാങ്ക്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്ക്സ് ഐഡന്റിഫൈ 36 എണ്ണവും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതല്ലാതെ LIC ഓൾറെഡി ഒരെണ്ണം സെറ്റ് ചെയ്തു. നേരത്തെ തന്നെ പിന്നെ സംഭവം നടന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ LIC സെറ്റിൽ ചെയ്തു. പിന്നെ ഇനിയിപ്പം പറയുന്നത് വണ്ടിയുടെ, വെഹിക്കിളിന്റെയും പിന്നെ ഹൗസിന്റെയും ഒക്കെ ഇൻഷുറൻസ് ആണ്. ലോൺ എടുത്ത വെഹിക്കിളിന്റെയും ഹൗസിന്റെയും ഒരു ഇൻഷുറൻസ് ആണ്. ലോൺ എടുത്തു കഴിഞ്ഞാൽ B2B, അതായത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇൻഷുറൻസ് കമ്പനികളടുത്തും പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, അവരടുത്തും നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ക്ലെയിം സെറ്റിൽ ചെയ്ത് അത് പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, വയനാട് മാത്രം. വിലങ്ങാട് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ബാങ്കേഴ്സ് സമിതി യോഗം പൂർത്തിയായിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്നു. 1 വർഷത്തേക്കാണ് മൊറട്ടോറിയം. അതുപോലെ കാർഷിക വായ്പകൾക്ക് തിരിച്ചടവിന് 4 വർഷത്തെ സാവകാശം അനുവദിക്കുന്നു. ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടി മൊറട്ടോറിയം ബാധകമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നുണ്ട്.